നിരവധി ആളുകൾക്ക് നേരെ CBI കേസുണ്ട്, ED കേസുണ്ട്, IT കേസുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും പാർട്ടിക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഒക്കെ നിരവധിയായ കള്ളപ്രചാരവേല, അതിൻ്റെ ഒരു ഉപകരണമായിട്ട് CBI, അതുപോലെ ED, IT ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലാവുമ്പോൾ VD സതീശന് രാഷ്ട്രീയമല്ല, അത് ശരിയായ CBI ആണ്. എന്നാൽ സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും ഒക്കെ കേസിൻ്റെ ഭാഗമാക്കി വരുമ്പോൾ അത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ ഉറപ്പായിട്ട് പറയുന്നത് ഇവരുടെ ഒരു ഇടപാടാണ്, ഭരണവർഗത്തിൻ്റെ ഒരു കടന്നാക്രമണത്തിൻ്റെ രീതിയാണ്. ആ രീതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് കടന്നാക്രമിക്കേണ്ടത് എന്നാലോചിച്ച് അവർ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CBI അന്വേഷിക്കുന്നു എന്ന് വന്നാൽ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശേഷമല്ലേ കാര്യം ആലോചിച്ചിട്ട് പറയേണ്ട കാര്യമുള്ളൂ. അന്വേഷിച്ച് നിലപാട് സ്വീകരിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ ഈ ഒരു പരിപാടിയായിട്ട് പുറപ്പെടുക, അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന UDFൻ്റെ നേതൃത്വം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തന്നെ രാജിവെക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കണം, നടപടിയെടുക്കണം എന്ന് പറയുക. അതിലെന്ത് കാര്യമുള്ളത്? നടപടിയെടുക്കണമെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ തീർപ്പാക്കി വരണം. അങ്ങനെ വന്നില്ലല്ലോ. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പക്ഷപാതപരമായ രാഷ്ട്രീയമാണ്. അവർക്കെതിരായിട്ട് വരുമ്പോൾ അത് രാഷ്ട്രീയവും, മറ്റുള്ളവർക്കെല്ലാം വരുമ്പോൾ അത് നീതിയാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഏത് കോടതിൻ്റെ ഉത്തരവായാലും എബ്രാഹിമിനെ ശിക്ഷിച്ചിട്ടില്ലൊന്നുമില്ലോ. ഹൈക്കോടതി ശിക്ഷിച്ചോ? പരിശോധിക്കണമെന്നല്ലേ പറഞ്ഞില്ലേ? പരിശോധിക്കട്ടെ, പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ. ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. എബ്രഹാമായാലും ആരായാലും അവർക്കെതിരായിട്ട് നടക്കുന്ന CBI അന്വേഷണവും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന നടപടിക്രമങ്ങളുണ്ടല്ലോ, ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവട്ടെ. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ കാര്യം. ഇതിനെ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? അല്ല, അതൊക്കെ ഭരണപരമായിട്ട് സംവിധാനങ്ങളാണ്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇല്ലാന്ന് പറഞ്ഞല്ലോ. ശുദ്ധ കളവ് പറയുകയാണ്. എന്തും പറയാൻ മടിയില്ലാതെ ഒരു സെറ്റ്. അതാണ് ഈ CBI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന SFIO എന്നെല്ലാം പറയുന്നത്. എന്തും പറയും, എന്ത് കളവും വിളിച്ചു പറയാൻ യാതൊരു മടിയില്ല. ആ കളവ് വിളിച്ചു പറയാൻ നിങ്ങൾക്കും യാതൊരു മടിയില്ല. നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തിൽ അതേ കാറ്റഗറിയിൽ എത്തിയിരിക്കുകയാണ്. ഒന്നും അതിൻ്റെ വസ്തുത മനസ്സിലാക്കാനോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതികരിക്കാനോ തയ്യാറാകുന്നതിന് പകരം ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം, ചർച്ച ആയി. നിങ്ങളുടെ ഓരോ മാധ്യമങ്ങളുടെ തന്നെ പണി അതാണ്. അതുകൊണ്ട് ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇപ്പം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അറിയില്ല എനിക്ക് അതറിയില്ല. എന്ത് സാഹചര്യം? മുഖ്യമന്ത്രി, മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് മുമ്പ് തന്നെ. മുഖ്യമന്ത്രി ഇപ്പോഴാണ് എത്തിയത്, ഇന്നാക്കിയത്. ഞങ്ങളല്ല ഇന്ന് പോയിട്ടുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് എത്തിയത്. ഇന്ന് 2ാമത്തെ ദിവസമല്ലേ. അതിനകത്ത് ഇത്ര അത്ഭുതകരമായ സംഭവമുള്ളത്. ഒരുപാട് ഔദ്യോഗിക തിരക്കുകളുള്ള ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നതിൻ്റെ ആദ്യത്തെ സമയത്ത് എത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. എല്ലാം വിമർശനാത്മകമായിട്ടല്ല, എല്ലാം നെഗറ്റീവായിട്ട് മാത്രമേ കാണുള്ളൂ. പോയതിനെ പറ്റിയല്ല, പോകാൻ താമസിച്ച് പോയ മണിക്കൂറിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കല്ല ഞാൻ പറയുന്നില്ല, വെറുതെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ പദപ്രയോഗം നടത്തിയെന്ന് പറയണ്ടല്ലോ. ഒരു കാര്യം ചോദിച്ചു. ഇല്ല, ഒരു നിയന്ത്രണം. CM എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് CM ആണോ? അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക. ശ്രീമതി ടീച്ചർ കേരളത്തിലെ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു. എന്നാൽ ശ്രീമതി ടീച്ചർ
75 വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. റിട്ടയർ ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അത് അവരിപ്പോൾ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സഷൻ കൊടുത്തു. അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലെടുത്തു. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. ആ കാറ്റഗറിയിൽ പിന്നെ ആരാളുള്ളത്? കെ ബാലൻ ആ കാറ്റഗറിയില്ല. ശരി. കെ ബാലൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അവരൊക്കെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി, സ്ഥിരം ക്ഷണിതാവായി എടുക്കുകയാണ്. അതുപോലെയല്ല ശ്രീമതി ടീച്ചർ സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സെൻട്രൽ പ്രവർത്തിക്കാനാണ്. അപ്പോൾ സെൻട്രൽ പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന് വി ഡി സതീശൻ പറയുന്ന പോലെ തന്നെ ഞാൻ പറയണമെന്നാ? എന്താ പാർട്ടി ചിഹ്നത്തിലാവണമെന്ന് ആരാ ഇത്ര നിർബന്ധം പിടിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് എന്തിനാ അത്ര വലിയ നിർബന്ധം? ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും അടുത്ത വർഷം മുന്നണി, എന്നിട്ട് ജയിക്കുകയും ചെയ്യും. പോരെ? അതെല്ലാം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെല്ലാം പാർട്ടി ചിഹ്നത്തിലേ മത്സരിക്കുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുക മാത്രമല്ല ജയിക്കുകയും ചെയ്യും. പോരെ? സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഒരു പ്രശ്നമില്ല. മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമില്ല. അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിലാണ്. ഡൽഹി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംസ്ഥാന കമ്മിറ്റിക്കൊക്കെ വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കാം.